എന്നാൽ ഡിനി, ഈ സ്ഫോടനത്തിൻ്റെ സ്വഭാവം നോക്കുമ്പോൾ അത് തീവ്രവാദ ആക്രമണം തന്നെയല്ലേ? കാരണം മരണനിരക്ക് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് ഡൽഹിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. എങ്ങനെ നോക്കിക്കാണുന്നു ഈ സംഭവത്തെ? ശ്രീ അനിൽ, തീർച്ചയായിട്ടും നമുക്ക് വളരെ ഒരു എന്ന് പറഞ്ഞാൽ വളരെ ഒരു ആശങ്കയോടെ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇനിഷ്യൽ റിപ്പോർട്ട്സ് നമ്മൾ കാണുന്നതും മനസ്സിലാവുന്നത്. ഒരു കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസിലേക്ക് ഇപ്പം കടക്കാൻ സാധിക്കുമെങ്കിലും സാധിക്കാൻ പറ്റത്തില്ലെങ്കിലും, പക്ഷെ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഇപ്പം വരുന്ന റിപ്പോർട്ട്സ് അനുസരിച്ച് തീർച്ചയായിട്ടും ഇതിനകത്തൊരു ടെറർ ആംഗിൾ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിന്റെ നേച്ചർ അത്രമാത്രം, അതിന്റെ ഇന്റൻസിറ്റി അത്രമാത്രം ഉണ്ടായിരുന്നു എന്നും, അതുപോലെ തന്നെ ശ്രീ അനിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഏകദേശം ഇപ്പം ഒരു 9ഓളം കാഷ്വാലിറ്റീസ് ആയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പം ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, അല്ലാതെ വേറൊരു എന്തെങ്കിലും ഒരു ആക്സിഡന്റൽ ആയിട്ടുള്ള സാധ്യത കുറവാണ്. അതുകൂടാതെ തന്നെ 2-3 ദിവസം മുൻപാണ് ഹരിയാനയിൽ നിന്ന് വലിയൊരു ഒരു ടെററിന്റെ ഒരു ടെറർ സെല്ലിനെ ബസ്റ്റ് ചെയ്തിരുന്നു. നമ്മളൊക്കെ അറിയാം, JNK പോലീസും ഹരിയാന പോലീസും കൂടെ 3 ഡോക്ടേഴ്സിനെയും അവർക്ക് 2000-ന് മുകളിലുള്ള സ്ഫോടക വസ്തുക്കളും AK-47 മറ്റും എല്ലാം പിടിച്ചതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ ഇതെല്ലാം കൂടെ ലിങ്ക് ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെഡ് ഫോർട്ടിന് അവിടെ നടന്ന ഈ ഒരു ബ്ലാസ്റ്റ്, അതിന് പിന്നിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു തന്നെ നമുക്ക് ഇനീഷ്യൽ ആയിട്ടുള്ള ഈ റിപ്പോർട്ട്സിന്റെ ബേസിൽ പറയേണ്ടി വരും. നമ്മുടെ ഒരു പ്രാർത്ഥന എന്ന് വെച്ചാൽ ഇനി കാഷ്വാലിറ്റീസ് കൂടുതലേ എന്നുള്ള മാത്രമേ ഉള്ളൂ. കാരണം അതിന്റെ ഇന്റൻസിറ്റി കാണുമ്പം തീർച്ചയായിട്ടും വളരെ ആശങ്ക തന്നെയാണ് ഇപ്പം നമുക്ക് പറയാൻ സാധിക്കുക. യെസ്, കേണൽ ഡിന്നി, സാധാരണ ഡൽഹിയിൽ ഒരിടത്ത് സ്ഫോടനം നടക്കുകയാണെങ്കിൽ മറ്റിടങ്ങളിൽ സ്ഫോടന പരമ്പരകൾ നടക്കാറുണ്ടല്ലേ? പൊതുവേ ഡൽഹി സ്ഫോടനങ്ങളുടെ ഒരു സ്വഭാവം, അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ നടക്കാറുള്ളത്, അല്ലേ? മറ്റ് പ്രദേശങ്ങളിലും ഈ തീവ്രവാദികൾ ബോംബ് സ്ഫോടനം നടത്താറുണ്ട്, ആസൂത്രണം ചെയ്യാറുണ്ട്. മുൻകാലത്തെ ഒരു രീതി നോക്കുകയാണെങ്കിൽ ഒരു സീരിയൽ ബോംബിംഗ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു സിറ്റിയിൽ ഒരു സ്ഥലത്ത് മാത്രമല്ലാതെ പല സ്ഥലങ്ങളിലും അങ്ങനെ ഒരുമിച്ച് അല്ലെങ്കിൽ ചില സമയത്തിന്റെ വ്യത്യാസത്തിൽ നടക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഡൽഹിയിൽ വേറെ എങ്ങും അങ്ങനെ ഒരു രീതി വന്നിട്ടില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും. കാരണം ഡൽഹി പോലീസും നമ്മുടെ എല്ലാവരും ഇപ്പൊ NSG ആയാലും ശരി, മറ്റുള്ളവരും അവരൊക്കെ വളരെ പ്രൊഫഷണലായിട്ടും ഇതുവരെ നോക്കൂ, ഈ ഒരു ബ്ലാസ്റ്റ് തന്നെ എനിക്കൊന്ന് രാജ്യത്ത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ ഡൽഹിയിൽ തന്നെ ഇങ്ങനെ ഒരു ബ്ലാസ്റ്റ് നടക്കുന്നത്. അപ്പൊ അത് നമ്മൾ എത്രമാത്രം നമ്മുടെ സുരക്ഷയെ ഏത് രീതിയിലാണ് നമ്മൾ കണ്ടതും എങ്ങനെയാണ് നമ്മളത് ചെയ്തതും എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മളെ അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഭീകരവാദി സംഘടനകൾ ഭാരതത്തിനുള്ളിലും പുറത്തും അവർ നിരന്തരമായിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് നിരന്തരമായിട്ട്. അപ്പൊ അവരെ സംബന്ധിച്ചോളം ഒരു പ്രാവശ്യം മാത്രം അവർക്ക് സക്സസ്ഫുൾ ആയാൽ മതി. 100 പ്രാവശ്യം നമ്മൾ അവരെ തടയാമെങ്കിൽ ഒരു പ്രാവശ്യം സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു കാഷ്വാലിറ്റീസ് അവർ ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെയും ഇപ്പോൾ ഇനീഷ്യൽ റിപ്പോർട്ട്സിന്റെ ബേസിൽ കാണുന്നത്. ഒരിക്കൽ കൂടി പറയാണ്, ഒരു അനാലിസിസിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. കാരണം അതിന്റെ ഒരു വളരെ വളരെ ബേസിക് ആയിട്ട് ഇനീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ട്സ് മാത്രമാണ് വരുന്നത്. ഇതെന്താണെന്നും എങ്ങനെയാണ് നടന്നത്, ആരാണ് നടന്നതെന്നൊക്കെ ഉള്ള എനിക്കൊന്ന് വരും മണിക്കൂറിനകം നമുക്ക് അറിയാൻ സാധിക്കും. കാരണം നമ്മുടെ ഇന്റലിജൻസ് അത്രമാത്രം സ്ട്രോങ് ആണ്. അപ്പൊ അതുകൊണ്ട് യാതൊരു രീതിയിലുള്ള അങ്ങനത്തെ ഉള്ളൊരു പാനിക്കിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് എനിക്ക് തോന്നുന്നു മാക്സിമം കാഷ്വാലിറ്റീസിനെ എത്രമാത്രം കുറയ്ക്കാൻ പറ്റുക, അതുപോലെ തന്നെ ആ സൈറ്റിൽ ധാരാളം ഇതിനെക്കുറിച്ചുള്ള പ്രൂഫും എവിഡൻസും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ എനിക്ക് തോന്നുന്നു NSG ഓൾറെഡി അവിടെ ആന്റി ടെറർ സ്ക്വാഡുകൾ എത്തിക്കഴിഞ്ഞു. അപ്പൊ അവർ അതിന്റെ രീതിയിലുള്ള അനാലിസിസ് സ്റ്റഡിയൊക്കെ ചെയ്യും. എനിക്ക് തോന്നുന്നു വരും മണിക്കൂറിനകം തന്നെ ഇതിന്റെ ബാക്കിൽ ആരാണ് എന്താണെന്നുള്ളത് ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. കേണൽ ഗിന്നി, നേരത്തെ വന്ന ഒരു റിപ്പോർട്ട്, നിർത്തിയിട്ട കാറിൻ്റെ CNG ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്നായിരുന്നു പ്രാഥമിക നിഗമനം. അങ്ങനെ CNG ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാൽ ഇത്രയും വ്യാപ്തി ഉണ്ടാവുമോ, ഈ ആഘാതമുണ്ടാവുമോ സ്ഫോടനത്തിന്? ചാൻസസ് കുറവാണ് ശ്രീ അനിൽ. അത്രമാത്രം ഇന്റൻസിറ്റി ഉണ്ടെന്നാണ് നമ്മൾ ഇപ്പോഴത്തെ അവിടുത്തെ ഐ വിറ്റ്നസസിന്റെ അവിടുത്തെ റിപ്പോർട്ട്സ് നമ്മൾ കാണുമ്പോൾ ദൃക്സാക്ഷികൾ പറയുന്ന അതിന്റെ രീതി അനുസരിച്ച് ഒരു വണ്ടിയുടെ ഒരു സിലിണ്ടർ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ഇമ്പാക്ട് അല്ല ഇപ്പം കാണുന്ന രീതി.
അതുപോലെ തന്നെ രണ്ടാമത് ഈ സ്ഫോടനം നടന്ന സ്ഥലം അത് ഇപ്പോ ചെങ്കോട്ടയാണ്, അവിടെ ഒരു അമ്പലം ഒക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ ഉണ്ട്. മൂന്നാമതായിട്ട് ഇതിന്റെ സമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 ദിവസം മുമ്പാണ് നമ്മൾ ഹരിയാനയിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു സ്ലീപ്പിംഗ് സെല്ലെന്നോ അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെ വേണമെങ്കിൽ പറയാം, 3 ഡോക്ടേഴ്സും അവരെ അണ്ടറിൽ ധാരാളം സ്ഫോടക വസ്തുക്കളും മറ്റു കാര്യങ്ങളെല്ലാം പിടിച്ചെടുത്തത്. അപ്പൊ അവരിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ഡൽഹിയിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ളത് ചില ഇൻപുട്സ് കിട്ടിയിരുന്നു. അപ്പൊ ആ ടെറർ സെല്ലിന്റെ എല്ലാവരെയും ചിലപ്പോൾ കിട്ടിക്കാണത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ മറ്റു സെൽസ് എല്ലാം കാണുമായിരിക്കും. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിന്റെ ബേസിൽ നമുക്ക് പറയാൻ സാധിക്കുക ഇതൊരു ആക്സിഡന്റ് ആവാൻ സാധ്യത കുറവാണ്, മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നമ്മളെ ഒരു നിഗമനമാണ്. പക്ഷെ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടുത്തെ ഡൽഹി പോലീസും NSGയും അവരുടെ ഗ്രൗണ്ടിന്റെ ഇൻസ്പെക്ഷനും മറ്റ് ഇൻപുട്സും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കൂ. പക്ഷെ ഇപ്പം കാണുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇത് വെറും ഏതെങ്കിലും ഒരു വണ്ടിയിൽ നിന്നുള്ള പൊട്ടിത്തെറി അങ്ങനെയുള്ളവർ മാത്രമായിട്ട് കാണാൻ കുറച്ച് പാടാണ്. അതിൽ ബാക്കിൽ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവം ആണെന്നാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നത്. കേണൽ, ഇനി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ പലവട്ടം പറഞ്ഞിരുന്നു. മാത്രമല്ല, പാകിസ്ഥാനെ സഹായിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനകൾ, ജെയ്ഷെ മുഹമ്മദ് പോലുള്ള സംഘടനകളൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു തിരിച്ചടി ഉണ്ടാകും എന്ന്. അതിൻ്റെ ഭാഗമായിട്ട് കൂടി കാണേണ്ടതല്ലേ ഇന്നത്തെ സംഭവത്തെ? നമ്മളെ സംബന്ധിച്ചോളം ശ്രീ അനിൽ, ഭാരതിനെ സംബന്ധിച്ചോളം നമ്മൾ എപ്പോഴും ഒരു യുദ്ധത്തിൽ തന്നെ ആണെന്ന് പറയേണ്ടി വരും. കാരണം ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ പോലെ ഭാരതത്തിനെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഭാരതത്തിന്റെ ഉള്ളിലും അതേപോലെ തന്നെ വൻ ശക്തികൾ ഭാരതത്തിന്റെ പുറത്തുമുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചോളം അവർക്ക് എപ്പോഴും എങ്ങനെയെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ വേണ്ടി നിരന്തരമായിട്ട് പ്ലാനിങ്ങും നിരന്തരമായിട്ട് അതിനുള്ള ആളുകളെ കാണുകയും നിരന്തരമായിട്ട് അതിനുള്ള റിസോഴ്സസ് വെച്ച് പ്രവർത്തിക്കുന്നുണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ആ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി പാകിസ്ഥാനിന് കിട്ടിയപ്പം പ്രത്യേകിച്ച് അവിടുത്തെ ടെറർ ഇൻഫ്രാസ്ട്രക്ചർ ക്യാമ്പ്സിനെയൊക്കെ നമ്മൾ തകർത്തപ്പം അതൊരു തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു കാര്യം അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് വലിയ അതിശയമൊന്നും നമുക്ക് വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യം കൂടെ അതിന്റെ കൂടെ തന്നെ ഞാൻ ചേർക്കാനുള്ളത്, ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് അതിന്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇപ്പം ഈ നമ്മുടെ ഭാരതത്തിന്റെ സെക്യൂരിറ്റിയിൽ ഏറ്റവും ടോപ്പിലും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് നേരത്തെ അറിയാം. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്താൽ അവരെന്തൊക്കെ ശ്രമിക്കും, കാരണം നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവരെന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ പല കാര്യങ്ങളും നമ്മൾ തടഞ്ഞാലും അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ 1-2 ഇതുപോലെ അത് നടക്കും. കാരണം ലോകത്തുള്ള ഒരു രാജ്യത്തിനും 100% ആയിട്ട് ഒരു രീതിയിലുള്ള ഇങ്ങനത്തെ ഭീകരവാദ പ്രവർത്തനം നടക്കത്തില്ല എന്നൊരു ഗ്യാരണ്ടി ആർക്കും ചെയ്യാൻ പറ്റില്ല. അത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഭാരതത്തെ സംബന്ധിച്ചോളം ഭാരതം അതിന്റെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 ദിവസം മുമ്പത്തെ ഞാൻ പറഞ്ഞത് ആ ടെറർ ക്യാമ്പ് ആ സെല്ലിനെ നമുക്കത് തടയാനും അതിനെ പിടിക്കാനും സാധിച്ചത്. പക്ഷെ ഇതുപോലുള്ള ഒരു ബ്ലാസ്റ്റ് നടന്നു, അത് ശരിയാണ്. പക്ഷെ അതിനു വേണ്ടിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ അത് എന്താണെന്ന്, ആ ബ്ലാസ്റ്റ് എന്തായിരുന്നു, അതൊരു ഭീകരവാദി ബ്ലാസ്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളതും ആണെങ്കിൽ അതിന്റെ ബാക്കിൽ ആരാണെന്ന് ശ്രീ അനിൽ കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഭാരതത്തിന്റെ ഉള്ളിലായാലും ശരി ഭാരതത്തിന്റെ പുറത്തായാലും ശരി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ എവിടെ ആയാലും ശരി ഏത് സർക്കാരായാലും ശരി അത് കൊടുക്കേണ്ടത് സമയത്ത് നമ്മൾ കൊടുത്തിരിക്കും എന്നുള്ളതിനകത്തും യാതൊരു സംശയം വേണ്ട.